വെൽക്കം ടു ബാങ്ക് മാസ്റ്റർ. നമ്മളിന്ന് റീസണിങ്ങിൻ്റെ ക്ലാസ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ പസിൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 6 person PQRSTU who all works in a same company earns different monthly salary. The one who gets second lowest salary earns rupees 35,000 per month. Only 2 persons earns less than U. Q earns more than R but less than T. The one who get third highest salary get rupees 92,000 per month. P earns more than T but he does not get the highest salary among all. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പസിൽ. നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഇവരെന്താണ് പറയുന്നത്? 6 പേരുണ്ട്. ആരൊക്കെയാണ്? PQRSTU. അപ്പോൾ നോക്കാം, 1 2 3 4 5 6 പേരുണ്ടല്ലേ. അപ്പോൾ ഇവർ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സാലറി ഡിഫറെൻറ്റ് സാലറിയാണ്. അപ്പോൾ നമുക്ക് ഈ സാലറി ഓർഡർ കണ്ടുപിടിക്കണം. സാലറി ഓർഡർ കണ്ടുപിടിച്ചിട്ട് ആർക്കൊക്കെ എത്ര സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് അവർ പറയുന്നത്? 6 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1 2 3 4 5 6 നമുക്ക് സാലറിയുടെ ഓർഡർ അറിയത്തില്ല. അപ്പം ഈ എൻഡിലുള്ള ആൾക്ക് ഹയസ്റ്റ് സാലറി എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഹയസ്റ്റ് സാലറി എന്ന് ഫിക്സ് ചെയ്യാം. ഈ എൻഡിലുള്ള ആൾക്ക് ലോവസ്റ്റ് സാലറി എന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ അവരെന്താ പറഞ്ഞേക്കുന്നത്? ദ വൺ ഹൂ ഗെറ്റ് സെക്കൻഡ് ലോവസ്റ്റ് സാലറി. ഇപ്പോൾ സെക്കൻഡ് ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോവസ്റ്റ്, സെക്കൻഡ് ലോവസ്റ്റ്, തേർഡ് ലോവസ്റ്റ്, ഫോർത്ത് ലോവസ്റ്റ്, അങ്ങനെയാണ് പറയണേ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലോവസ്റ്റ് സാലറി ഏൺ ചെയ്യുന്ന ആൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? ദാറ്റ് മീൻസ് ഈ പോർഷനിലുള്ള ആൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 35,000 പെർ മന്ത്. ഓക്കെ, ഓൺലി 2 persons ഏൺ ലെസ് ദാൻ യു. അപ്പോൾ യുവിനേക്കാൾ സാലറി കുറച്ച് മേടിക്കുന്നത് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പോൾ യു എവിടെയായിരിക്കും? യു ഇവിടെയായിരിക്കും. ഓക്കെ, ക്യൂ ഏൺസ് മോർ ദാൻ ആർ. അപ്പോൾ ഇവർ ഒരു കണ്ടീഷൻ പറയുക. ക്യൂ ഏൺസ് മോർ ദാൻ ആർ ബട്ട് ലെസ് ദാൻ ടി. അപ്പം ക്യൂ ലെസ് ദാൻ ടി, ദാറ്റ് മീൻസ് ടി ഗ്രേറ്റർ ദാൻ ക്യൂ. അപ്പോൾ ഇതൊരു നമുക്കൊരു കണ്ടീഷനാണ്. അപ്പം ഈ ടി ക്യു ആർ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. നമുക്ക് ഷ്യൂരിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്കിത് പോസിബിലിറ്റി ആയിട്ട് വെച്ചേക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് നല്ല ഫിക്സ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അവരെന്താ പറയുന്നത്? ദ വൺ ഹൂ ഗെറ്റ് തേർഡ് ഹയസ്റ്റ് സാലറി ഗെറ്റ് 92,000 പെർ മന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഫസ്റ്റ് ഹയസ്റ്റ്, സെക്കൻഡ് ഹയസ്റ്റ്, തേർഡ് ഹയസ്റ്റ്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്ക് എത്ര കിട്ടും സാലറി? 92,000 റുപ്പീസ് കിട്ടും സാലറി. ഓക്കെ, പി ഏൺസ് മോർ ദാൻ ടി. അപ്പോൾ ഈ കണ്ടീഷനിൽ അവർ വേറെ ഒന്നും കൂടെ പറയുന്നുണ്ട്. പി ഏൺസ് മോർ ദാൻ ടി. നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം ടി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ആർ എന്നറിയാം. അപ്പം ടി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ആർ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമുക്ക് പി മേ ബി ഇവിടെ ആയിരിക്കാം, ഇവിടെ ടി ഇവിടെ ആയിരിക്കും, ക്യൂ ഇവിടെ ആയിരിക്കാം, ആർ ഇവിടെ ആയിരിക്കാം. നമുക്ക് ഷുവറായിട്ട് അറിയത്തില്ല. അപ്പം നെക്സ്റ്റ് അവർ തന്നേക്കുന്ന ഒരു ക്ലൂ എന്താണെന്ന് നോക്കിയാൽ, പി ഏൺസ് മോർ ദാൻ ടി ബട്ട് ഹീ ഡസ് നോട്ട് ഗെറ്റ് ദ ഹയസ്റ്റ് സാലറി. പി ടിയേക്കാട്ടിൽ കൂടുതൽ സാലറി മേടിക്കുന്നുണ്ടെങ്കിലും പി ഹയസ്റ്റ് സാലറി പിക്ക് അല്ല. അപ്പോൾ പി ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? പിക്ക് ഹയസ്റ്റ് സാലറി അല്ല. നമുക്ക് പി എവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും? പി ഇവിടെ ആയിരിക്കാം, ടി ഇവിടെ ആയിരിക്കാം, ക്യൂ ഇവിടെ ആയിരിക്കാം, ആർ ഇവിടെ ആയിരിക്കാം. റൈറ്റ്. ഇതിൽ ബാലൻസ് ആരുണ്ട്? എസ്സിനാണ് ഹയസ്റ്റ് സാലറി. നമ്മൾ പസിൽ സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പോസിബിൾ സാലറി ഓഫ് യു? അപ്പോൾ യുവിൻ്റെ പോസിബിൾ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പോസിബിൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സാക്റ്റ് സാലറി തന്നിട്ടില്ലെങ്കിൽ അതിന് മുമ്പും മുമ്പുള്ള സാലറി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ആയിരിക്കും? ഓപ്ഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ യുവിൻ്റെ സാലറി 35,000-നെക്കാട്ടി കൂടുതലുമായിരിക്കും
92,000 ഇവിടെ ലെസ്സും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 35,000-ക്കാട്ടിൽ കൂടുതലും 92,000-നെക്കാട്ടിൽ കുറവുമായിരിക്കണം. അപ്പോൾ ഇവിടെ 93,000 അല്ല, 92,000-നെക്കാട്ടിൽ കൂടുതലാണ്. 23,000 ഇതല്ല, കാര്യം എന്താ, 35,000-നെക്കാട്ടിൽ കുറവാണ്. 10,000 ഇതുമല്ല. അപ്പോൾ ഏതായിരിക്കും പോസിബിൾ സാലറി? 78,000. ഓക്കെ. നെക്സ്റ്റ് എന്താ, ഹൂ എമോങ് ദ ഫോളോയിങ് ഏൺസ് ദ ഹയസ്റ്റ് സാലറി. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് സാലറി ആരായിരിക്കും ഏൺ ചെയ്യുന്നത്? ഹയസ്റ്റ് സാലറി ആരാണ് ഏൺ ചെയ്യുന്നത്? എസ്. അപ്പോൾ ആൻസർ എന്താണ്? എസ്. ഹൂ എമോങ് ദ ഫോളോയിങ് ഏൺസ് ലോവസ്റ്റ് സാലറി. ലോവസ്റ്റ് സാലറി ആരാണ് ഏൺ ചെയ്യുന്നത്? 6. ഓക്കെ. വാട്ട് ഈസ് ദ സാലറി ഓഫ് ടി? ടിയുടെ സാലറി എത്രയാണ്? 92,000. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ പസിൽ. എല്ലാവർക്കും ഈ പസിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പസിൽ നോക്കാം. ഓക്കെ. 8 persons A, B, G, L, F, J, Q, R are sitting in a row. ഇതൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ അവർ എത്ര പേര് പറയുന്നുണ്ട്? 8 പേര്. ആരൊക്കെയാണ്? A, B, G, L, F, J, Q, R. ഓക്കെ. 8 പേരുണ്ടോ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. ഇതിൽ 4 പേര് ഫോർ ഓഫ് ദം ആർ ഫേസിങ് ടുവേർഡ്സ് ദ നോർത്ത്. 4 പേര് നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നു, 4 പേര് സൗത്തിൽ ഫേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവരുടെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 4 പേര് നോർത്ത്, 4 പേര് സൗത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? എ സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്. എ ആ 8 പേര് ഇരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീം എൻഡിലാണ് എ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു അത് ലെഫ്റ്റ് സൈഡിലായിരിക്കാം, ഇല്ലെങ്കിൽ അത് നോർത്ത് സൈഡിലായിരിക്കാം. നമുക്കത് ഷുവറായിട്ട് അറിയില്ല. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ജി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. ജി എവിടെയായിരിക്കുന്നത്? തേർഡ് ടു ദ ലെഫ്റ്റ്. എയുടെ ലെഫ്റ്റിൽ നിന്ന് തേർഡ് ആണ് ജി ഇരിക്കുന്നത്. ക്യു ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി. എഫ് സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ക്യു. വൺ ഓഫ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി ഫേസസ് സെയിം ഡയറക്ഷൻ ആസ് എ. എൽ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി. ബോത്ത് ആർ ആൻഡ് ജെ ഫേസസ് നോർത്ത്. The one who sits immediate left of J also faces north. അപ്പോൾ ഇതാണ് നമ്മുടെ പസിൽ. നമുക്ക് ഈ പസിൽ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമുക്ക് പറഞ്ഞ ക്ലൂ എന്താണ്? 4 പേര് നോർത്ത്, 4 പേര് സൗത്ത്. അപ്പം നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രമേ അറിയുള്ളൂ. നെക്സ്റ്റ് അവർ പറയുന്നത് എ ഒരു എക്സ്ട്രീം എൻഡിലാണ് ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പം ആദ്യത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 എന്ന് വെച്ചോ. ഇന്നൊന്ന് 1, 2, 3, 4, 5, 6, 7, 8. ഇത് നമ്മുടെ 2 പോസിബിലിറ്റി. ഓക്കെ. അപ്പോൾ എ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് നോക്കാം. ഇന്നൊരു എ ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പം ലെഫ്റ്റ് സൈഡിലോ ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു എക്സ്ട്രീം എൻഡിലായിരിക്കും എ ഇരിക്കുന്നത്. നെക്സ്റ്റ് ഇവരെന്താണ് പറയുന്നത്? ജി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. ഇപ്പോൾ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോസിബിലിറ്റിയിൽ എ ഇങ്ങനെ നോർത്ത് ഫേസിങ്ങിലാണ് ഇരിക്കുന്നതെങ്കിൽ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ വരും. അപ്പം ഈ പോസിബിലിറ്റി തെറ്റാവും. അപ്പം നമുക്ക് എ ആ ഡയറക്ഷനിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എ സൗത്ത് ഫേസിങ്ങിൽ വയ്ക്കാം. അപ്പോൾ ഫോർത്ത് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 1, 2, 3. അപ്പം എവിടെയായിരിക്കും ജി? ഇവിടെയായിരിക്കും ജി. ഓക്കെ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ നോർത്ത് ഈ പോസിബിലിറ്റിയിൽ നോർത്ത് ഫേസിംഗ് ആയിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് നോർത്ത് ഫേസിലെടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. 1, 2, 3. അപ്പോൾ ജിയുടെ പ്ലേസ് എവിടെയായി പോസിബിലിറ്റിയിൽ? പിന്നെ അവരെന്ത് പറയുന്നുണ്ട്? ക്യൂ ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി. അപ്പോൾ ക്യൂ ഇവിടെയും ജിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബറാന്ന് പറയുന്നുണ്ട്. ഷുവറായിട്ട് നമുക്ക് അറിയത്തില്ല. ക്യൂ ഇവിടെയും 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയും പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഷുവറായിട്ട് അറിയത്തില്ല. പിന്നെ അവരെന്താണ് പറയുന്നത്? എഫ് സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ക്യൂ എടുത്ത് നോക്കാം. ഈ ക്യൂവിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 ഇവിടെ
പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങ് 1 2 3 ഇവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പോസിബിലിറ്റി തെറ്റാം. അപ്പോൾ ഈ ക്യൂ ഇവിടെ വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ളൊരു ക്യൂ ഏതാ? ഈ ക്യൂ. അപ്പോൾ എഫ് സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. അപ്പോൾ നമുക്ക് ഇതിനെ സൗത്ത് ഫേസിങ് വെച്ചിട്ട് 1 2 3 4. അപ്പം എഫ് എവിടെയായിരിക്കും? എഫ് ഇവിടെയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ക്യൂവിനെ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 ഇത് വരത്തില്ല, അങ്ങോട്ടും ഈ ഡയറക്ഷനിലും പറ്റില്ല. അപ്പോൾ ആ പോസിബിലിറ്റി തെറ്റാം. ഇത് നമുക്ക് ക്യൂവിനെ ഇവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യൂവിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ക്യൂവിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? നോർത്ത് ഫേസിങ് ആയിരിക്കും. 1 2 3 4. അപ്പം എഫ് എവിടെയായിരിക്കും? എഫ് ഇവിടെയായിരിക്കും. ഓക്കെ, വൺ ഓഫ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി ഫേസസ് സെയിം ഡയറക്ഷൻ ആസ് എ. അപ്പോൾ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി, അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർ ജിയുടെ ക്യൂ ആണ്. ഇന്നൊരു ഇമ്മീഡിയറ്റ് നെയ്ബർ നമുക്കറിയില്ല. അപ്പം വൺ ഓഫ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ജി ഫേസ് സെയിം ഡയറക്ഷൻ ആസ് എ സൗത്ത് ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്, ക്യൂ നോർത്ത് ഫേസ്. അപ്പം ഇനി ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർ സൗത്ത് ഫേസിങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഈ സെക്കൻഡ് പോസിബിലിറ്റി നോക്കുവാണെങ്കിൽ എ നോർത്ത് ഫേസിങ്ങാണ്. അപ്പോൾ ജിയുടെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർ നോർത്ത് ഫേസിങ് ആയിട്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അവർ എന്താണ് പറയുന്നത്? എഫ് എൽ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. അപ്പോൾ എല്ലും ബിയും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സാണ്. നമുക്ക് നോക്കണം ഇതിലെവിടെയെങ്കിലും ഇമ്മീഡിയറ്റ് പ്ലേസസ് ഉണ്ടോ നോക്കണം. അപ്പോൾ എയുടെ അപ്പുറത്ത് ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ 2 സ്പേസ് ഒന്നിച്ച് വരുന്ന സ്ഥലം ഏതാ? ഇത്. ഇനി ഈ താഴത്തെ പോസിബിലിറ്റിയിൽ ഇത്. അപ്പം എൽ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. അപ്പം നമുക്ക് ബി ഇപ്പം ഇവിടെ പ്ലേസ് ചെയ്തെന്ന് വെച്ചോ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പം ജി, അപ്പോൾ ആ ബി അവിടെ അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബി ഇവിടെ, എൽ ഇവിടെ. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് നോർത്ത് ഫേസിങ് ആയിരിക്കും. എഗെയിൻ ബി ഇപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണുള്ളത്? ജി. അപ്പം ബി അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബി എവിടെ പ്ലേസ് ചെയ്യണം? ബി എവിടെ പ്ലേസ് ചെയ്യണം? ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ബോത്ത് ആർ ആൻഡ് ജെ ഫേസസ് നോർത്ത്. ആറും ജെയും നോർത്ത് ഫേസിങ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദ വൺ ഹൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ ഓൾസോ ഫേസസ് നോർത്ത്. അപ്പം ജെ നമുക്കിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യാമെന്ന് വെച്ചോ. അപ്പം ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, ഇപ്പം ജെ ഓൾറെഡി നോർത്ത് ഫേസിങ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത് അത് നോർത്ത് അല്ല. ഇപ്പോൾ ഇത് തെറ്റാണ്, നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജെയെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ജെ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പം ജെ നോർത്ത് ഫേസിങ് ആണ്. അപ്പോൾ നമുക്ക് ആറ് ഇവിടെയാണ്, ആറും നോർത്ത് ഫേസിങ് ആണ്. വൺ ഹൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ ഓൾസോ ഫേസ് നോർത്ത്. അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ നമുക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി നോർത്ത് ആകുമ്പോൾ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് പറ്റില്ല. അപ്പോൾ ഇതല്ല, ഇവിടെയല്ല. അപ്പോൾ നമുക്കിവിടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ ഓൾസോ ഫേസസ് നോർത്ത്. അപ്പം ഈ പോസിബിലിറ്റി തെറ്റാം, നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഫുള്ളായിട്ട് ഈ പോസിബിലിറ്റി നമുക്ക് ഇതായി പൊയ്ക്കോളും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് അതിനെ ഒന്ന് എടുത്തെഴുതാൻ നോക്കാം. എൻ്റെ ആൻസർ എങ്ങനെയാണ്? എ ഡൗൺവേർഡ് ഡയറക്ഷൻ, ആർ നോർത്ത്, ക്യൂ നോർത്ത്, ജി, എൽ, ബി, എഫ്, ജെ. ഓക്കെ, ഇപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് ജിയുടെ ഡയറക്ഷൻ മാത്രമേ അറിയത്തില്ല. അവർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് 4 പേര് നോർത്ത്, 4 പേര് സൗത്ത്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 സൗത്തേ ഉള്ളൂ. 1 2 3 4 നോർത്ത് ഉണ്ട്. അപ്പോൾ ജി ഒബ്വിയസ് ആയിട്ട് സൗത്ത് ഫേസിങ് ആയിട്ടിരിക്കും.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നെക്സ്റ്റ് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. ഹു എമിംഗ് ദ ഫോളോയിങ് സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജെ? ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജെയിൽ ആരെങ്കിലും ഉണ്ടോ? ജെ നോർത്താ ഫേസ് ചെയ്യുന്നത്. അപ്പം ജെയുടെ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ ആൻസർ എന്താണ്? നോ വൺ. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു എ? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു എ? എ കമ്പയർ ചെയ്യുമ്പോൾ ആറിൻ്റെ പൊസിഷൻ എന്തുവാ? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് എൽ? ജിക്കും എല്ലിനും നടുക്ക് എത്ര പേര് സിറ്റ് ചെയ്യുന്നുണ്ട്? ജിക്കും എല്ലിനും നടുക്ക് ആരുമില്ല. നോ വൺ. നോ വൺ. നെക്സ്റ്റ്, ഹൂ ആർ ദ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ബി? ബിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരാണ്? എൽ ആൻഡ് എഫ്. എൽ, എഫ്. നെക്സ്റ്റ്, ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ? ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ എന്ന് പറയുമ്പോൾ ആറ് നോർത്ത് വേസ്. ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? ക്യൂ. ക്യൂ. അപ്പം ഇങ്ങനെയാണ് ഈ പസിൽസൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പസിൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.